ഇന്ത്യ, അമേരിക്ക ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നിലവിലെ സാഹചര്യം ചരിത്രത്തിലെ വളരെ മോശമായ സംഭവങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. 1971 ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശ് എന്ന ഒരു പ്രത്യേക രാജ്യം സൃഷ്ടിക്കുന്നതിലേക്ക് നയിച്ച യുദ്ധത്തിൽ അമേരിക്ക ഇന്ത്യയുടെ മേൽ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഇന്ത്യയെ ആക്രമിക്കാൻ ഒരു വിമാനവാഹിനി കപ്പലിനെ തന്നെ അവർ അയച്ചു. അങ്ങനെയുള്ളൊരു പദ്ധതികൾ അവർ തയ്യാറാക്കി. 90കളിലെ നമ്മുടെ ആണവ പരീക്ഷണത്തിന് ശേഷവും ഇവർ സമാനമായൊരു സമ്മർദ്ദം ചെലുത്തി. ഇതിനേക്കാൾ കൂടുതൽ സമ്മർദ്ദം തന്നെ ചെലുത്തിയിരുന്നു. അപ്പോൾ ഇതെല്ലാം വീണ്ടും ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം. അതും ഈ താരിഫ് യുദ്ധം. ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ടൈം ലൈൻ ഉണ്ടല്ലോ. കാരണം യാതൊരു ബന്ധവുമില്ലാതെ ട്രംപ് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് നൽകില്ല. അങ്ങനെ ഒരു ആവശ്യമില്ല. അപ്പോൾ അതിന് മുൻപുണ്ടായിരുന്ന ഒരു ട്രിഗർ പോയിന്റ്. അപ്പോൾ ഇന്ത്യ US ബന്ധത്തിൽ ഇന്ത്യ നടത്തിയ ട്രിഗർ പോയിന്റ് എന്താണ്? ഇന്ത്യ ചെയ്തത് ശരിയാണോ തെറ്റാണോ? എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഇന്ത്യ US ട്രേഡ്. അമേരിക്കയുമായി നമ്മൾ ചെയ്യുന്ന ഈ ഒരു വ്യാപാരം, ഇറക്കുമതി കയറ്റുമതി, നമ്മുടെ മൊത്തത്തിലുള്ള വരുമാനത്തിൽ അത് എത്രത്തോളം സംഭാവന ചെയ്യുന്നു എന്നറിയണം. ഇന്ത്യ ചെയ്യുന്ന യന്ത്ര സാമഗ്രികളുടെ കയറ്റുമതിയിൽ അമേരിക്കയിൽ നിന്നും 5ൽ 1 മടങ്ങോളം കയറ്റുമതി ചെയ്യുന്നുണ്ട്. 2024 അമേരിക്കയുമായി നമ്മൾ നടത്തിയ മൊത്തം കയറ്റുമതി $81 ബില്യൺ കൂടുതലാണെന്ന് കണക്കുകൾ പറയുന്നു. അപ്പോൾ നമ്മൾ ഇത്രയധികം ചെയ്തിട്ടുണ്ട്. അതിനും ചില പ്രധാനപ്പെട്ട മേഖലകളുണ്ട്. അവ ഈ തുണി വ്യവസായം, ചില മരുന്നുകൾ, അടുത്ത് ഈ സ്മാർട്ട് ഫോണുകൾ, ചില ഓട്ടോമാറ്റഡ് യൂണിറ്റ്സ്, അതിനാവശ്യമായ സ്പെയർ പാർട്സ്, ഇങ്ങനെ മികച്ച സാങ്കേതിക വിദ്യകൾ US-ൽ നിന്നും ഷെയർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വർണം അടിസ്ഥാനമാക്കിയുള്ള ആഭരണങ്ങൾ ഇന്ത്യയിൽ നിന്നും US-ലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ട്രംപിന്റെ ഈ ഒരു പ്രഖ്യാപനത്തെ കുറിച്ച് അറിയണമെങ്കിൽ 25% താരിഫ് വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞു. പ്രാരംഭഘട്ടത്തിൽ നോക്കിയാൽ, അതായത് 2024 കണക്കനുസരിച്ച് നോക്കിയാൽ 2.4% മാത്രമായിരുന്നു. ഇപ്പോൾ ഈ 25% വർധനവുണ്ടാകുമ്പോൾ ഇന്ത്യ അത് എത്രമാത്രം ബാധിക്കും? അമേരിക്കയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യുന്നു എന്ന പേരിൽ അമേരിക്കയിൽ നിന്നും കുറച്ച് വരുമാനം നമുക്ക് ലഭിക്കുന്നുണ്ട്. ജെംസ് ആൻഡ് ജ്വല്ലേഴ്സിൽ നിന്ന് മാത്രം 13.6 ബില്യൺ, ഫാർമസ്യൂട്ടിക്കൽസിൽ 8.3 ബില്യൺ, ടെക്സ്റ്റൈൽസിൽ 7.4 ബില്യൺ, ഓട്ടോ കോമ്പണൻസിൽ 6.7 ബില്യൺ, മെഷീനറി എക്യുപ്മെന്റ്സിൽ 5.6 ബില്യൺ, ഇലക്ട്രിക്കൽ മെഷീനറിയിൽ 4.3 ബില്യൺ, 3.8 ബില്യൺ ജൈവ രാസവസ്തുക്കളിൽ, 3.5 ബില്യൺ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, 2.9 ഇത് ഇരുമ്പ് സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ, 1.6 ബില്യൺ ലെതർ ഫുട്വെയർസ്, 22.5 ബില്യൺ സെറാമിക് പ്ലാസ്റ്റിക്സ്. അപ്പോൾ മൊത്തത്തിൽ അമേരിക്കയുമായി നമ്മൾ ചെയ്യുന്ന എക്സ്പോർട്ടിന്റെ വാല്യൂ ഓരോ കാറ്റഗറിയിലും എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഈ 25% താരിഫ് വർധനവ് സംഭവിച്ചാൽ ഇന്ത്യക്ക് ഇത് എത്രത്തോളം നഷ്ടമുണ്ടാക്കും, അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിൽ ഇതൊരു വലിയ പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ 0.3% ഇത് എഫക്റ്റ് ചെയ്യും. കാരണം 25% താരിഫ് വർധനവ് നമ്മുടെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അല്ല, അമേരിക്കയിൽ നമ്മൾ കയറ്റുമതി ചെയ്യുന്ന ചില വസ്തുക്കൾക്കാണ്. അതും 2 പ്രധാനപ്പെട്ട കാറ്റഗറി ഇവിടെ അകപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തേത് ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി, മറ്റൊന്ന് ജ്വല്ലറി ഇൻഡസ്ട്രിയാണ്. ജ്വല്ലറി ഇൻഡസ്ട്രിയിൽ കൂടുതൽ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇത് കാരണം കൂടുതൽ ബാധിക്കപ്പെടാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള ചില പ്രധാനപ്പെട്ട പ്രദേശങ്ങളായിരിക്കും. അമേരിക്കയിലേക്ക് പോകുന്ന മുഴുവൻ ജീൻ എക്സ്പോർട്ടിൽ തിരുപ്പൂരിൽ മാത്രം കയറ്റുമതിയുടെ 12%-ലധികം സംഭവിക്കുന്നുണ്ട്. ആ തമിഴ്നാട്ടിൽ നിന്നുമാണ് പോകുന്നത്. ഇതൊരു കാര്യം. എക്കണോമി വൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മൊത്തത്തിലുള്ള വളർച്ചയെ ഒരു 0.3% ഇത് ബാധിക്കും. 0.3% അല്ലേ? ഇത് കാണാം എന്ത് പ്രശ്നമാണ് വരാൻ പോകുന്നത്. ഇതൊക്കെ അത്ര വലിയ പ്രശ്നമായി മാറുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇതൊരു വലിയ പ്രശ്നം അല്ല. എന്നാൽ ഇത് ദിനം പ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കും. ഈ ഒരു വാല്യൂ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും തോറും ഇതൊരു വലിയ പ്രശ്നമായി തന്നെ മാറും. മാത്രമല്ല 0.3% എന്നത് പറയുമ്പോൾ ചെറിയൊരു കാര്യം പോലെ തോന്നാം. എന്നാൽ ഇത് നേരിട്ട് ബാധിക്കുന്നത് ഉടമകൾ, ഉൽപാദകർ, ഇവരൊക്കെ ഏറ്റവും വലിയ വില ഇതിനു വേണ്ടി നൽകേണ്ടി വരും. കാരണം അവരുടെ സ്ഥലത്ത് കയറ്റുമതി കുറഞ്ഞാൽ അവരതിന് ഒരുപാട് വില നൽകേണ്ടി വരും. ഇത് വ്യക്തിഗത ജീവിതങ്ങളിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. താരിഫ് യുദ്ധത്തെക്കുറിച്ച് ഇതുവരെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണിത്. എന്നാൽ അമേരിക്ക ഇത്രയൊക്കെ ചെയ്യാൻ കാരണം എന്ത്? ഇതിന് മുൻപ് അമേരിക്ക എന്താണ് ചെയ്തത്? അല്ലെങ്കിൽ ഇന്ത്യയെ അവർ ഇങ്ങനെയെല്ലാം ചെയ്യാൻ കാരണം എന്ത്? എന്തുകൊണ്ട് ഇന്ത്യയെ മാത്രം കോർണർ ചെയ്യണം? പല രാജ്യങ്ങളും അമേരിക്ക പറയുന്നത് കേട്ടൊക്കെ നടക്കുന്നുണ്ട്. ചൈന നമ്മളെക്കാൾ കൂടുതൽ ഓയിൽ റഷ്യയുടെ പക്കൽ നിന്ന് വാങ്ങുന്നുണ്ട്. പിന്നെയും എന്തുകൊണ്ട് അമേരിക്ക ഇന്ത്യയെ മാത്രം കോർണർ ചെയ്യുന്നുണ്ട്? നമ്മുടെ നെറ്റിൽ അങ്ങനെ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ട്രംപും സർക്കാരും നൽകുന്ന ഒരു മറുപടി, നിങ്ങൾ റഷ്യക്ക് ധാരാളം പണം നൽകിയിട്ടുണ്ട്. സത്യത്തിൽ ഇതൊരു യാഥാർത്ഥ്യമേ അല്ല. എന്താണ് കാരണം എന്നുള്ളത് ഓരോന്നായി ഞാൻ പറയാം.
എങ്കിൽ മാത്രമേ ഇതിന് പുറകിലുള്ള രാഷ്ട്രീയം മനസ്സിലാക്കാൻ സാധിക്കൂ. ഒന്നാമതായി ഇന്ത്യ ചെയ്തൊരു കാര്യം പാലസ്തീൻ. നമ്മൾ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ കൊണ്ടുവരണം. നേരിട്ട് പലസ്തീനെ പ്രത്യേക രാജ്യമായി അംഗീകരിക്കണമെന്ന് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ നേരിട്ടൊരു പ്രഖ്യാപനം നൽകിയിരുന്നു. പാലസ്തീനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഇന്ത്യക്ക് മേൽ ഇത്ര വലിയൊരു താരിഫ് ഇവർ ചുമത്തിയോ? ഒരു യുക്തിയുമില്ലാതെയാണല്ലോ ഈ സംസാരം എന്നൊക്കെ ഒരു പക്ഷെ ചിന്തിക്കാം. പാലസ്തീനെ കുറിച്ച് സംസാരിച്ചവർ ആരായാലും അങ്ങനൊരു പ്രസ്താവന നടത്തിയതിനു ശേഷം പിന്നീട് അവർ എങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ടു എന്നുള്ളതിന്റെ ഒരു ചെറിയ ഉദാഹരണം പറയാം. കാനഡ പലസ്തീനെ പ്രത്യേക രാജ്യമായി അംഗീകരിക്കണം. പാർലമെന്റിൽ ഉടൻ തന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രഖ്യാപനം നടത്താൻ പോകുന്നു. തുടർന്ന് കാനഡയ്ക്ക് മേലും അമേരിക്ക സമാനമായ ഒരു താരിഫ് ഏർപ്പെടുത്തി. ജർമ്മനി, ഫ്രാൻസ്, ഇങ്ങനെ യൂറോപ്യൻ യൂണിയനിലെ മറ്റു രാജ്യങ്ങൾ ഇവരും സമാനമായ ഒരു പ്രഖ്യാപനം നടത്തിയതിനു ശേഷം അമേരിക്ക അവിടെയും സമാനമായ ഒരു പ്രശ്നം സൃഷ്ടിച്ചു. ഇത് മാത്രമാണ് കാരണം എന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ ഇതും ഒരു കാരണമാണ്. ഇതിനു പുറമെ ഇന്ത്യയും പാകിസ്ഥാന്റെയും ഈ ഒരു സീസ് ഫയറിൽ ട്രംപ് ഒരു വലിയ പേര് തന്നെ നേടിയെടുത്തു. ഞാനില്ലെങ്കിൽ ലോകയുദ്ധം സംഭവിക്കുമായിരുന്നു, ഞാനില്ലെങ്കിൽ പാകിസ്ഥാനും ഇന്ത്യയും ഇപ്പൊ മാറി മാറി അടിച്ചിപ്പോ മരിക്കുമായിരുന്നു, ഇവിടെ യുദ്ധം അവസാനിപ്പിച്ചു തന്നെ ഞാനാണ്, ഇവർക്കിടയിൽ സമാധാനം കൊണ്ടുവന്നത് ഞാനാണെന്നൊക്കെ കാര്യം പറഞ്ഞിരുന്നു. ഇതിന് പാകിസ്ഥാനും തലയാട്ടി. അവർക്ക് മറ്റു മാർഗമില്ല, അവരങ്ങനെ ചെയ്യും. പക്ഷേ ഇന്ത്യ തുടക്കം മുതലേ അന്ന് അംഗീകരിച്ചില്ല. ഈ ഒരു ക്ലെയിമിനെ ഓപ്പണായി തന്നെ റിജക്ട് ചെയ്യുന്ന രീതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഇന്ത്യ പാകിസ്ഥാൻ സീസ് ഫയറിൽ ഏതൊരു തേർഡ് പാർട്ടിയും ഇൻവോൾവ് ആയിട്ടില്ല. എല്ലാ മാധ്യമ അവകാശവാദങ്ങളും അവരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാത്രമാണ്. ഇന്ത്യ പാകിസ്ഥാൻ സീസ് ഫയർ എന്നത് ഇരുപക്ഷങ്ങൾക്കും ഇടയിൽ പൂർണ്ണമായും സംസാരിച്ച് പരിഹരിച്ച കാര്യമാണ്. ഇങ്ങനെ ഒരു വസ്തുത മുഖത്തടിച്ചതുപോലെ തന്നെ പറഞ്ഞു. അപ്പോൾ ഇതൊരു കാര്യം. അടുത്ത മൂന്നാമതായി ഉള്ളതാണ് F-35ന്റെ ഡീൽ. MRFA ടെൻഡറിൽ 30 മുതൽ ഒരു 60 വിമാനങ്ങളോളം നമുക്ക് കുറഞ്ഞത് ആവശ്യമായി വരും. ആ ഡീൽ വരുന്നതിന് മുൻപ് ചില സ്ക്വാഡ്രൺ വിമാനങ്ങൾ നമുക്ക് സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് കാറ്റഗറിയിൽ വേണം എന്നൊരു ആവശ്യകത ഉണ്ടായിരുന്നു. ആ സമയത്ത് ലോഹിഡ് മാർട്ടിൻ നിർമ്മിച്ച F-35 അമേരിക്ക എങ്ങനെയെങ്കിലും നമുക്ക് പുഷ് ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. നല്ലൊരു ഫൈറ്റർ ജെറ്റ് തന്നെയല്ലേ, ലോകത്തിൽ പല രാജ്യങ്ങളും അത് വാങ്ങി ഉപയോഗിക്കുന്നുമുണ്ട്, പിന്നെ നമുക്കത് വാങ്ങിക്കൂടെ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വരാം. സത്യത്തിൽ ഈ F-35 ഡീൽ എന്നത് വെറും ഒരു ഡീൽ മാത്രമായിരിക്കില്ല. ഇന്ത്യ അതൊരു തരം അടിമത്വത്തിലേക്ക് തന്നെ നയിക്കും. മറ്റെല്ലാ രാജ്യങ്ങളും അത് ഉപയോഗിക്കുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ അവരൊക്കെ അടിമകളാണോ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വരാം. പതിയെ പതിയെ അവരെയും അടിമകളാക്കുന്നുണ്ട്. ഈ F-35 നമ്മൾ വാങ്ങി എന്ന് ചിന്തിക്കുക. നമ്മെ കൊണ്ട് നമ്മുടെ ഹോം ഗ്രൗണ്ട് സിസ്റ്റത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കില്ല. ഇത് സത്യമാണ്, ഇത് അംഗീകരിച്ച് മതിയാകും. F-35 വാങ്ങുന്നതിലൂടെ നമുക്ക് AMCA പ്രോജക്റ്റ് മാറ്റിവെക്കേണ്ടി വരും. മാത്രമല്ല റഷ്യൻ നിർമ്മിത ഉപകരണങ്ങൾ പൂർണ്ണമായും മാറ്റി സ്ഥാപിക്കേണ്ടി വരും. ഇത് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് US നമ്മളെ തള്ളിവിടുമെന്നതാണ്. തുടക്കത്തിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞാലും F-35 നൽകിയതിനു ശേഷം ഇതിനാവശ്യമായ സ്പെയർ പാർട്സ് ഒക്കെ നൽകണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവയെല്ലാം നിങ്ങൾ റീപ്ലേസ് ചെയ്യണമെന്ന് പറയും. എങ്കിൽ മാത്രമേ ഇതിനാവശ്യമായ സാങ്കേതിക വിദ്യകൾ ഷെയർ ചെയ്യൂ എന്നും അവർ പറയും. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാരണങ്ങളൊക്കെ കാണിച്ച് ആ കരാർ ലംഘിക്കാൻ അല്ലെങ്കിൽ മാറ്റിവെക്കാനുള്ള സാധ്യതകളുമുണ്ട്. പല $1 ബില്യൺ നമ്മൾ കൊടുത്ത് മേക്ക് ചെയ്ത ഒരു കരാർ ഇങ്ങനൊരു സാഹചര്യത്തിൽ അവസാനിച്ചാൽ അത് ഇന്ത്യക്ക് എത്ര വലിയൊരു കോളക്കം സൃഷ്ടിക്കും. ഈ ഘട്ടത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ അതൊരു വലിയ സമ്മർദ്ദം ചെലുത്തും. അതിപ്പോ ഭരണകക്ഷി BJP, കോൺഗ്രസ് അല്ലെങ്കിൽ അധികാരത്തിൽ വരുന്ന ഏത് പുതിയ പാർട്ടി ഏതുമായിക്കൊള്ളട്ടെ, പ്രതിപക്ഷ പാർട്ടിയിൽ നിന്ന് വരുന്ന ആ ഒരു സമ്മർദ്ദം എന്നത് ഇന്ത്യക്കുള്ളിൽ ഒരു വലിയ അസ്വസ്ഥത സൃഷ്ടിക്കും. കാരണം അത്ര വലിയൊരു തുക നൽകിയാണ് കരാർ ഏർപ്പെടുത്തിയത്. അപ്പോൾ F-35 നമ്മൾ അവിടെ റിജക്ട് ചെയ്തു. മൂന്നാമതായി ഉള്ളത് റഷ്യ, ചൈന, ഇന്ത്യ. ഈ ബ്രിക്സ് സഖ്യത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു പഴുതാണ്. ഇപ്പൊ ഇന്ത്യ, റഷ്യ, ചൈന ഈ 3 രാജ്യങ്ങളും ബ്രിക്സിലെ പ്രധാനപ്പെട്ട അംഗങ്ങളാണ്. എന്നാൽ US-ന് ചൈനയ്ക്ക് നേരെ ഒരു വലിയ സമ്മർദ്ദം ചെലുത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഇന്ത്യ മാത്രം എന്തുകൊണ്ടൊരു ടാർഗറ്റായി മാറുന്നു എന്നുള്ളതിന് ഒരു ചെറിയ ഉദാഹരണം പറയാം. അമേരിക്കയ്ക്ക് ആവശ്യമായ ചില പ്രധാനപ്പെട്ട ഘടകങ്ങൾ, അമേരിക്കയ്ക്ക് ആവശ്യമായ ചില പ്രധാനപ്പെട്ട ഇറക്കുമതികൾ ഇപ്പോഴും ചൈനയിൽ നിന്നുമാണ് വരുന്നത്. നമ്മൾ ഇതിനു മുൻപ് അമേരിക്കയെ വലിയ രീതിയിൽ എക്സ്പോസ് ചെയ്തിരുന്നു. നിങ്ങൾ ഇപ്പോഴും യുറേനിയം, ലിഥിയം ബാറ്ററികൾക്ക് ആവശ്യമായ ചില പ്രധാനപ്പെട്ട വസ്തുക്കൾ ഇപ്പോഴും നിങ്ങൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്നു എന്നൊക്കെ നമ്മൾ അവരെ എക്സ്പോസ് ചെയ്തിരുന്നു. അതുപോലെയാണ് അമേരിക്ക ഇപ്പോഴും നിർണായക സാങ്കേതിക വിദ്യകളുടെ ഒരു 38%-ലധികവും ചൈനയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിന് ശേഷം ചൈനയ്ക്ക് മേൽ വലിയ സമ്മർദ്ദമൊന്നും അമേരിക്കയ്ക്ക് ചെലുത്താൻ സാധിക്കില്ല. കാരണം അവിടെ ഒരു ട്രേഡ് വാല്യൂ കൂടുതലാണ്. 2 രാജ്യങ്ങൾക്കും ഇടയിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കും. എന്നാൽ അതേസമയം ഇന്ത്യ കോർണർ ചെയ്താൽ ഒരു ഡീൽ അവസാനിച്ചതുപോലെയും ആകും. റഷ്യയുടെ ഓയിൽ പ്രൊഡക്ഷൻ ഇന്ത്യയിലേക്ക് വരാത്ത രീതിയിൽ തടയാനും സാധിക്കും. ഇതൊരു ചെറിയ പ്രശ്നം മാത്രമായി നിങ്ങൾ കാണുകയാണ്.
പക്ഷേ മറ്റു രാജ്യങ്ങളും ഇതാണ് ചെയ്യുന്നത്. നമ്മെ കൊണ്ട് വെനസ്വേലയുടെ ഭാഗത്ത് നിന്നും ഓയിൽ വാങ്ങാൻ സാധിക്കില്ല, ഇറാന്റെ പക്കൽ നിന്ന് വാങ്ങാൻ സാധിക്കില്ല, സാങ്ഷൻസ് ഉള്ള ഏതു രാജ്യത്തിന്റെ പക്കൽ നിന്നും ഒരു പൈപ്പ് ലൈൻ കണക്ഷൻസ് പോലും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. അത്രത്തോളം അമേരിക്ക നമ്മളെ സാങ്ഷൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ചെറിയ ഡയഗ്രാം നിങ്ങൾക്ക് കാണാം. ഇതിലുള്ള ഈ 45%-ലധികവും റഷ്യയുടെ പക്കൽ നിന്ന് വാങ്ങുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഈജിപ്ത്, സൗദി അറേബ്യ, ഇറാഖ്, മറ്റു രാജ്യങ്ങൾ ഇവിടങ്ങളിൽ നിന്നെല്ലാം നമ്മൾ വാങ്ങുന്നുണ്ട്. ഇനി ഈ 45% റഷ്യൻ ഓയിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അടുത്ത് ഇറാന്റെ പക്കൽ നിന്ന് വാങ്ങാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം അവർക്ക് ഇതിനൊക്കെ ഉപരോധമുണ്ട്. അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നതല്ലാതെ നമുക്ക് മറ്റു മാർഗമേ ഉണ്ടാവുകയില്ല. അപ്പോൾ അമേരിക്കയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാം ചെയ്യുകയാണെങ്കിൽ റഷ്യയും കോർണർ ചെയ്തതുപോലെയാകും, ഇന്ത്യയെയും പുതിയൊരു ഉപഭോക്താവായി തങ്ങളിലേക്ക് കൊണ്ടുവന്നതുപോലെയും ആകും. ഇത്ര വലിയൊരു സ്ട്രാറ്റജിയാണ് ഇതിന് പിന്നിൽ അമേരിക്ക ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് രാജ്യങ്ങളെല്ലാം ഇത് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം കാണുമ്പോൾ വല്ലാത്തൊരു ദേഷ്യം, അല്ലെങ്കിൽ അതിനെ എന്ത് പറയണം, ഒരു വെറുപ്പ്, അങ്ങനെ ഒരു വെറുപ്പ് തോന്നുന്നത് യൂറോപ്യൻ യൂണിയന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ്. ലാഭമാണെങ്കിലും അത് അവരിലേക്ക് പോകണമായിരുന്നു, നഷ്ടമാണെങ്കിലും അത് അവർക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ. എന്നാൽ ഇവിടെ യൂറോപ്പ് ഏറ്റവും വലിയ നഷ്ടക്കാരായി മാറിയിരിക്കുകയാണ്. അവരുടെ പ്രതിരോധം ഉക്രൈനെ കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ ഉക്രൈനെ സഹായം ചെയ്യുന്നതിൽ പൂർണ്ണമായും അവരുടെ സ്റ്റോക്സ് പരാജയപ്പെട്ടു. അവർക്ക് ഏതൊക്കെ സ്റ്റോക്ക് പൈൽസ് ഉണ്ടായിരുന്നു, ഏതൊക്കെ എക്യുപ്മെന്റ്സ് ഉണ്ടായിരുന്നു, എല്ലാം തന്നെ അവസാനിച്ചു. അവർക്കുണ്ടായിരുന്ന എല്ലാ ഉപകരണങ്ങളും വളരെ ചിലവേറിയതായിരുന്നു. ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് എത്രത്തോളം പ്രശ്നങ്ങളാണോ സംഭവിച്ചത്, അതേ രീതിയിൽ തന്നെ ഉക്രൈനെ സഹായിക്കുന്നതിലൂടെ യൂറോപ്യൻ യൂണിയനും ഒരുപാട് തിരിച്ചടികൾ നേരിടുന്നുണ്ട്. ഉക്രൈൻ നൽകിയ സഹായത്തിന്റെ ഭൂരിഭാഗവും യൂറോപ്യൻ യൂണിയനിൽ നിന്നാണ് വന്നത്. എന്നാൽ ഇതിൽ ആർക്കാണ് ലാഭം ലഭിച്ചതെന്ന് അറിയണ്ടേ? അമേരിക്കയ്ക്ക് മാത്രം. ട്രംപ് മാത്രമായിരുന്നു ഇവിടെ പണം സമ്പാദിച്ചത്. യുക്രൈന്റെ പക്കൽ നിന്നും 14 ട്രില്യണോളം ഒപ്പിട്ട് വാങ്ങി സെലൻസ്കിയുടെ പക്കൽ നിന്നും. യൂറോപ്യൻ യൂണിയൻ ഒരു പൈസ പോലും ലഭിക്കാൻ സാധ്യതയില്ല. ഉക്രൈനിൽ വീണ്ടും ഭരണമാറ്റം കൂടെ സംഭവിച്ചാൽ പിന്നെ എല്ലാം അവസാനിച്ചു. അപ്പോൾ യൂറോപ്പിലുണ്ടായ ഒരു പ്രശ്നം യൂറോപ്പോടുകൂടി അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ അവിടെ വലിയൊരു വിഡ്ഢികളാക്കുകയും അവരെ പരാജയപ്പെടുത്തി അമേരിക്ക ഒരു വിജയമായി മാറി. ഇങ്ങനെയാണ് അമേരിക്കയുടെ രാഷ്ട്രീയം നീങ്ങുന്നത്. ഇങ്ങനെയാണ് ഗെയിം തന്നെ പ്ലേ ചെയ്യുന്നത്. അതേ സ്ട്രാറ്റജിയാണ് ഇവിടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്തുള്ള പാകിസ്ഥാന്റെ പക്കൽ ഒരു വലിയ എണ്ണശേഖരം ഉണ്ടെന്നുള്ളത് അമേരിക്ക കണ്ടെത്തി. അപ്പോൾ നമുക്കിപ്പോൾ മറ്റാരിൽ നിന്നും എണ്ണ വാങ്ങാനൊരു അവസരം ഇല്ലെങ്കിൽ അമേരിക്കയുടെ പക്കൽ നിന്ന് വാങ്ങാനുള്ള ഒരു സമ്മർദ്ദം അവർ ചെലുത്തും. ഇതെല്ലാം കാരണമായി കാണിച്ചാണ് അമേരിക്ക നമ്മെ ഇത്രത്തോളം ഒക്കെ മോഡേൺ സ്ലേവറിക്കുള്ളിലേക്ക് കൊണ്ടുപോകാനായി ഒരു സാമ്പിൾ പോലെ താരിഫ് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ ഗൗരവമായി എടുക്കണമോ? അപ്പോൾ ഇതിന് വലിയ വലിയ പ്രതികരണം നമ്മുടെ പക്കൽ നിന്നും ആവശ്യമുണ്ടോ? നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഇത് എത്രത്തോളം സ്വാധീനം ചെലുത്തുമെന്നുള്ളത് ഇനി നമുക്കറിയാം. ഇപ്പൊ ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിൽ നടക്കുന്ന ഈ വ്യാപാരം എന്നത് നമ്മുടെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് മുഴുവൻ GDP-യിൽ 5/1. എക്സ്പോർട്ട് ഇമ്പോർട്ട് എല്ലാം ചേർത്താണ് പറയുന്നത്. നമുക്ക് ലഭിക്കുന്ന ലാഭം 5/1 അമേരിക്കയുടെ പക്കൽ നിന്നാണ്. 5 രൂപ സമ്പാദിക്കുകയാണെങ്കിൽ അതിൽ 1 രൂപ US-ന്റെ പക്കൽ നിന്നാണ് വരുന്നത്. അപ്പോൾ 25% ഇപ്പോഴത്തേക്ക് ഒരു കുറവ് പോലെ തോന്നിയാലും വരും ദിവസങ്ങളിൽ ഇത് കൂടുമ്പോൾ നമുക്കൊരു വലിയ പ്രശ്നം തന്നെ അതവിടെ ഉണ്ടാകും. അപ്പോൾ ഇന്ത്യ അവർ പറയുന്നതെല്ലാം കേൾക്കണമോ? ഇത് കാരണം ഒരു നീണ്ട കാലത്തേക്ക് ഒരു പ്രശ്നം ഇമ്പാക്റ്റ് ഒക്കെ സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല. ഇതൊരു ഷോർട്ട് ടൈം ഹെവിയസ്റ്റ് ഇമ്പാക്റ്റ് നൽകാൻ കഴിവുള്ള ഒരു തീപ്പൊരി മാത്രമാണ്. ഇതൊന്നും ഏറെ ദിവസത്തേക്ക് ഇന്ത്യൻ ഗുഡ്സിനെ അമേരിക്ക കൊണ്ട് നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്ത് വെക്കാനൊന്നും കഴിയില്ല. കാരണം അതിന് അത്രത്തോളം ഇമ്പാക്റ്റ് അമേരിക്കൻ മാർക്കറ്റിലും സൃഷ്ടിക്കും. അതുപോലെ എല്ലാ രാജ്യങ്ങളെയും ഇവരെ കൊണ്ട് കൗണ്ടർ ചെയ്യാനും കഴിയില്ല. ഒരു ഘട്ടത്തിന് ശേഷം മറ്റ് രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് ചേരുമ്പോൾ അമേരിക്കക്കെതിരായ ഒരു സ്ട്രോങ്ങസ്റ്റ് അലയായി തന്നെ മാറും. മൂന്നാമത്തേത്, ഇതറിയുന്നതിന് മുൻപ് ചരിത്രം ഒരല്പം അറിയേണ്ടത് അത്യാവശ്യമാണ്. 1971 ഓൾമോസ്റ്റ് നമ്മളെ ആക്രമിക്കാനായി അവരൊരു കപ്പൽ അയച്ചു. അത്രത്തോളം ഒരു വലിയ പിരിമുറുക്കം സൃഷ്ടിച്ചപ്പോൾ പോലും നമ്മൾ അവരുടെ പക്കൽ കീഴടങ്ങിയിട്ടില്ല. അവരുടെ ഈ തുറന്ന പ്രസ്താവനയ്ക്ക് പോലും നമ്മൾ വഴങ്ങിയില്ല. അതിനുശേഷം ഏകദേശം നമ്മളൊരു ആണവ പരീക്ഷണം നടത്തിയപ്പോൾ അപ്പോഴും നമ്മുടെ കഴുത്തിനടുത്ത് കത്തി കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരുപാട് ഉപരോധം ഏർപ്പെടുത്തി. എന്നിട്ടും നമ്മൾ വഴങ്ങിയില്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ സംഭവിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ അമേരിക്ക പറയുന്നത് കേൾക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇപ്പോഴും ഒരുപാട് പേർ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു 80 മുതൽ 90 പേരെല്ലാം പോസിറ്റീവായി സംസാരിക്കുന്നുണ്ട്. ഇതൊന്നും നമ്മൾ കേൾക്കാൻ പാടില്ല, അമേരിക്കയ്ക്ക് മുൻപിൽ തലകുനിക്കാൻ പാടില്ല എന്നൊക്കെ 90% പറയുന്നുണ്ട്. പക്ഷേ ധാരണയില്ലാതെ ഒരു 10% ആളുകൾ നെഗറ്റീവായി സംസാരിക്കുന്നുണ്ട്. നമ്മൾ അമേരിക്ക പറയുന്നത് കേൾക്കണം, അവർ പറയുന്നത് ശ്രദ്ധിക്കണം, അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ.
അവരോട് പറയാനുള്ളത് ഒന്നേ ഒന്ന് മാത്രം, അമേരിക്ക പറയുന്നത് മാത്രമേ കേൾക്കാവൂ, അവർ പറയുന്നത് മാത്രമേ ശരിവെക്കാവൂ എന്നുണ്ടെങ്കിൽ നമ്മൾ പാകിസ്ഥാൻ പോലെ ആയിരിക്കണം. ഇതെല്ലാം ഓക്കെ ആണെന്ന മെന്റാലിറ്റിയിലാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ മെന്റാലിറ്റി നിങ്ങളൊന്ന് മാറ്റുക. നമ്മൾ ഈ എല്ലാവരും പറയുന്നത് എല്ലാ തവണയും അങ്ങനെ കേൾക്കാൻ സാധിക്കില്ല. നമുക്ക് ഏതാണോ നല്ലത്, നമുക്ക് നല്ല കാര്യം സംഭവിക്കുന്ന രീതിയിൽ എന്താണോ തോന്നുന്നത് അത് മാത്രം ചെയ്യുക. അവസാനം പറയാൻ ഉദ്ദേശിക്കുന്നതൊന്നു മാത്രം, ഇത് വെറുതെ ഒരു ഓർഡർ മാത്രമല്ല, അമേരിക്ക ചെയ്യുന്നത് നമ്മുടെ പരമാധികാരത്തെ ബാധിക്കുന്ന രീതിയിലുള്ളൊരു കാര്യമാണ്. അതായത് നമ്മെ ബാഹ്യമായി ആധിപത്യം സ്ഥാപിക്കാൻ അവർ കഴിയുന്ന എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. ഇതിനെ ചെറുക്കാൻ നമ്മൾ നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് യൂറോപ്പിന്റെ ജിയോ പൊളിറ്റിക്സിൽ റഷ്യയുടെ എനർജി ഒഴിവാക്കിക്കൊണ്ട് ഒരു രാജ്യത്തെ കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുപോലെയാണ് ഇന്ത്യയുടെ റോളും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ്. ഈ ഒരു മാർക്കറ്റ് നഷ്ടപ്പെടുത്താൻ ഒരു രാജ്യവും ആഗ്രഹിക്കുന്നില്ല. ട്രംപിനും ഇക്കാര്യം അറിയാം. കാരണം അദ്ദേഹം ഒരു വലിയ ബിസിനസ് മാൻ അല്ലേ, പിന്നീടല്ലേ പൊളിറ്റീഷ്യൻ. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരു ടെസ്റ്റിംഗ് മാത്രമാണ്, നമ്മെ ഒന്ന് ടീസ് ചെയ്യുകയാണ്. ഇത്രത്തോളമൊക്കെ സമ്മതം നൽകിയാൽ ഇവർ താങ്ങും, ഇവരെ കൊണ്ട് സഹിക്കാൻ കഴിയുമോ എന്നൊക്കെ പരീക്ഷിക്കുകയാണ്. ഇതിനും അപ്പുറം ഇവരെ കൊണ്ടൊരു സമ്മർദ്ദം ചെലുത്താൻ കഴിയില്ല. കാരണം റഷ്യ ഉക്രൈൻ പ്രശ്നം ആരംഭിക്കുമ്പോഴും ബൈഡൻ ഭരണകൂടം ഉണ്ടായിരുന്ന സമയത്ത്, ആ സമയം നമ്മൾ റഷ്യൻ എണ്ണ വാങ്ങിയപ്പോൾ അമേരിക്ക നമ്മെ പ്രോത്സാഹിപ്പിച്ചു. വാസ്തവത്തിൽ അതായിരുന്നു സംഭവിച്ചത്. ഇന്ത്യൻ മാർക്കറ്റിനെ സ്റ്റെബിലൈസ് ചെയ്തു എന്ന് പറഞ്ഞു. റഷ്യയുടെ പക്കൽ നിന്നും ഇത്ര ബാരൽസ് പുറത്തേക്ക് വരുന്നുണ്ട്. അത് എല്ലാ രാജ്യങ്ങളും റിജക്ട് ചെയ്താൽ അതൊരു മാർക്കറ്റിനെ തന്നെ ഡീസ്റ്റെബിലൈസ് ചെയ്യും. അവിടെ ആരെക്കൊണ്ടും സർവൈവ് ആകാൻ സാധിക്കില്ല. അപ്പോൾ അമേരിക്ക ചെയ്തൊരു വലിയ കാര്യം, പ്രൈസ് ക്യാപ്പ് നൽകി. ഇവരുടെ ഓയിൽ നമുക്ക് പൂർണ്ണമായും അങ്ങനെ തടഞ്ഞു നിർത്താൻ സാധിക്കില്ല. അത് കാരണം നമുക്ക് തന്നെ ബാക്ക് ഫയർ ആകും എന്ന് ചിന്തിച്ച അമേരിക്ക ഇത്ര റേറ്റിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഒരു പ്രൈസ് ക്യാപ്പ് നൽകി. ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ കൊടുക്കാനായിട്ടുള്ള ഫോഴ്സ് ഒക്കെ നൽകി. അതേ അമേരിക്കയാണ് ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വെറും ടെസ്റ്റിംഗ് മാത്രമാണ്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. പ്രധാനമായും ഇന്ത്യയുടെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ നമ്മൾ അമേരിക്കയോട് സഹകരിക്കുന്നതിനേക്കാൾ എതിർത്ത് നിന്ന ചരിത്രമാണ് കൂടുതലുള്ളത്. ഇതേ തരത്തിലുള്ള സംഭവം ഇപ്പോഴും ആവർത്തിക്കും എന്നുള്ള സംശയം ഇല്ല. അല്ലെങ്കിൽ ഈ വ്യാപാര യുദ്ധം രൂക്ഷമാകുന്നതിന് മുൻപ് നമ്മെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ളത് കാണിക്കണം. മുഴുവനായും അവരുടെ പക്കൽ കീഴടങ്ങണം എന്ന് പറയുന്നില്ല. നമ്മെ കൊണ്ട് ചെറുക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്താൽ മാത്രമേ ശരിയാവുകയുള്ളൂ. അല്ലെങ്കിൽ ശത്രു നമ്മെ ഇങ്ങനെ ചവിട്ടി മെതിച്ച് പോയിക്കൊണ്ടിരിക്കും. ഇതാണ് എൻ്റെ പ്രസ്താവന. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.